വാനിലച്ചെടിയേ വാനോളം വളര് വാനിലച്ചെടിയേ വാനോളം വളര് നിനക്കു ചമഞ്ഞാട തങ്കത്തിങ്കൾ ആ സോങ്ങിന് ഒരു പേസ് ഉണ്ടല്ലോ, അല്ലെ? പക്ഷെ അത് ഭയങ്കര സ്ലോ ആക്കുമ്പോ ചിലപ്പോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ ഞാൻ ചേട്ടൻ അതൊരു സിംഗർ ആയോണ്ടാ ചോദിച്ചേ. ഇംപ്രൈസേഷൻ ചെയ്താൽ അത് ഇംപ്രൈസേഷൻ ആയിരിക്കണം എന്നൊരു എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം ആഹാ എന്ന് പറയണം. നസീർ സാറ് മറ്റേ വഞ്ചി വിളിഞ്ഞോണ്ട് അല്ലെങ്കിൽ ആയാമ്പോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ പാടാത്ത വീണയും പാടുമ്പോ പാടാത്ത വീണയും പാടുന്നു പറയേണ്ട ആവശ്യമില്ല, അതിനത് മതി. അതെ, ഉപ്പിലിട്ടത്. അപ്പൊ ഉപ്പ് ഓൾറെഡി സെറ്റായി കിടക്കുന്നുണ്ട്. പുലരി വെയിലുളി പൂക്കാവടിയാടി തിരു തില്ലാടി തിമിലതകിലൊടു പാടി കുതന്ത്ര തന്ത്രമന്ത്രം ഒന്നും അറിയില്ല. വേടൻ സോങ്സ്, വേടന്റെ എല്ലാ പാട്ടുകളും 90% പാട്ടുകളും സിനിമാറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമയിലെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ട്രെൻഡ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. നന്ദകുന്ദമാണെങ്കിലും ഇപ്പൊ വേടനാണെങ്കിലും ഒക്കെ ഇതിന് ബാക്കിൽ കുറെ സ്ട്രഗിൾ ഉണ്ട്. റീസെന്റ് കുറച്ച് കോൺട്രവേഴ്സി വന്നല്ലോ, കോൺട്രവേഴ്സി വരും. എന്താ ഇപ്പൊ വേടന് കോൺട്രവേഴ്സി വരും. നമ്മൾ പക്ഷെ അതിന്റെ പുറകെ പോവാതെ നമ്മൾ എന്താണ് പണിയെടുത്തോണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിന്നൽവള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാടു നീ. കവർ സോങ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ പാട്ടുകളുടെ. അപ്പൊ അതിനോട് എന്താ ചേട്ടൻ തോന്നുന്നത്? അതായത് കവർ സോങ്സ് ചെയ്യുന്നതിനോടുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഞാൻ ഈ കവർ സോങ്ങിനെ കളിയാക്കിക്കൊണ്ടൊരു പണ്ടൊരു ഇത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോ, കിട്ടും. കണ്ടോന്നറിയില്ല, കളിയാക്കിണ്ട്. അത് അന്ന് ഭയങ്കര പിഷാരടിയൊക്കെ വിളിച്ചെന്നെ വരുന്നത് ഭയങ്കരമായിട്ട് ചിരിച്ചായിരുന്നു. അത് നീ കണ്ടല്ലേ? അത് കവർ സോങ് മോള് കണ്ടല്ലേ? കവർ സോങ് നല്ലതാണ്, പക്ഷെ ചില ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് നല്ലതായിട്ട് തോന്നും. ചില ആൾക്കാർ ചെയ്യുമ്പോൾ അത്ര സുഖം തോന്നും. കാരണം ഈ ഒറിജിനൽ ഇപ്പം എന്താണ് പറയുക, ഇപ്പം നമ്മളിപ്പോ ചില BGMs നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ ചിങ്കാരക്കിന്നാരൻ ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരു നേവാ, അതിൽ ഏതെങ്കിലും ഒരു BGM നമുക്ക് ഒരു BGM പറഞ്ഞ അല്ലെങ്കിൽ പോട്ടെ ഈ വേൽമുരുക എന്നുള്ള സോങ് എത്ര കാലമായി നേരത്തെ ഇറങ്ങി തൊട്ട് ഈ മിനിക്കാന്നോട്ട് സ്റ്റേൽ ചെയ്യാൻ പാടി ഒരു 10,000 തവണയെങ്കിലും പാടിയിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബാൻഡിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ വേൽമുരുക ഹരോ പാടിക്കഴിഞ്ഞിട്ട് അപ്പൊ ചില ഇപ്പം കളിപ്പാട്ട അങ്ങനെ ഏതൊക്കെയോ എല്ലാ പാട്ടും എടുത്താലും ഒരു നമ്മൾ ഒരു ഹുക്കായിട്ടുള്ള ഒരു BGM ഉണ്ടാവും. അത് പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ചില BGM നമ്മള് എന്നൊക്കെ പാടി നമ്മൾ നടക്കാറില്ലേ, അതൊരു BGM ഉണ്ടാവും. ആ BGM കിട്ടാതെ വരുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ. ഈ അനാവശ്യമായ ഇംപ്രവൈസേഷൻ ഇപ്പൊ ചേട്ടാ, ഇപ്പം ചില പാട്ടുകള് അതൊരു പാടി വെച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടാവും, പക്ഷെ അതിലേക്ക് അവർ ഓവർ ടാലന്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ട്രെയിൻഡ് സിംഗേഴ്സ് ആയിരിക്കും, നമ്മൾ അതിന് ഡ്യൂ റെസ്പെക്ട് ഉണ്ട്. പക്ഷെ ചിലർ അതിലേക്ക് അനാവശ്യമായ ഒരു ഇംപ്രവൈസേഷൻ കൊണ്ടുവരുന്നതിനോട് ചേട്ടൻ എന്താ അതിൽ യോജിക്കുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ അത് ചിലപ്പം ഇല്ല, ഞാൻ ഒരാളെ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്, പക്ഷെ പാട്ടുകളുടെ ആ ഒരു അതിന് കൈയടിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു വശം. അതെന്താണെന്നറിയോ, അതിപ്പോ നമ്മളിപ്പോ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മൾ സാധാരണ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡ് ഗിയർ ഇട്ട് നമുക്ക് പെട്ടെന്ന് 4th ഗിയർ 5th ഗിയർ ഇട്ട് പിന്നെ 6th നമ്മൾ തപ്പില്ലേ, വെറുതെങ്കിലും തപ്പില്ലേ, ഇങ്ങനെ അങ്ങനെ ഒരു സംഭവമാണ് ഇതില്. കാരണം എന്ന് പറഞ്ഞാൽ പാടി വരുമ്പോ ആ പാട്ടിന്റെ ഒരു രാഗ ബേസ്ഡ് പാട്ടാണെങ്കിൽ ആ സാധനം നമ്മളെ കൊണ്ട് നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മള് കുറച്ചുകൂടെ പുറത്തേക്ക് ഇറക്കും നമ്മുടെ. അപ്പൊ ഒറിജിനൽ കമ്പോസർ അത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ ഇങ്ങനെ പാടിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോ വീണ്ടും 1000 കണ്ണുമായി വരില്ലേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഇങ്ങനെ പാടാൻ തോന്നുന്നു. എന്താ പറയാ, അവന്റെ ഉള്ളിൽ ആ മ്യൂസിഷ്യൻ സമ്മതിക്കുന്നില്ല ആ ഒറിജിനൽ സോങ് തന്നെ പാടിക്കൊണ്ടിരിക്കാൻ. അപ്പൊ അവന് ടാലന്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി അവന്റെ അവന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാണ്ട് വരുന്നതാണ്. അതാണ് ഒരു കച്ചേരി ഇപ്പൊക്കെ ആവാട്ടോ, കച്ചേരി. പക്ഷെ ഇപ്പൊ രവീന്ദ്ര മാഷൊക്കെ പാടി വെച്ചിരുന്ന പാട്ട് പാടുമ്പോ നമ്മള്
എന്താ ഇപ്പൊ പറയാ, അതിന് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് നല്ലതാ, എനിക്ക് കുറെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടാ തങ്കത്തിങ്കൾ ആ സോങ്ങിന് ഒരു പേസ് ഉണ്ടല്ലോ, അല്ലെ, പക്ഷെ അത് ഭയങ്കര സ്ലോ ആക്കുമ്പോ ചിലപ്പോ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അപ്പൊ ഞാൻ ചേട്ടൻ അതൊരു സിംഗർ ആയോണ്ടാ ചോദിച്ചത്. അപ്പൊ അതൊരു കാരണം വേറെ കവർ സോങ്സ് മ്യൂസിക്കിനെ ഹേർട്ട് ചെയ്യാതെ ചെയ്യുന്നവരും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ അത് പേരെടുത്ത് നമുക്ക് പറയാമല്ലോ. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ബാൻഡായിരുന്നു സനം എന്ന് പറയുന്ന ബാൻഡ്, ബോളിവുഡ്. അവരെന്ന് വെച്ചാൽ അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ അവർ പാട്ടിനെ ഹേർട്ട് ചെയ്യത്തില്ല. അവരുടെ മാനറിസംസും ബീറ്റ്സ്, അവരുടെ ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ, പക്ഷെ പാട്ട് ആ പേസിലാണ് പോകുന്നത്. അപ്പൊ ചേട്ടൻ അതായത് ചേട്ടൻ അങ്ങനത്തെ ഒരു രീതിയോടാണോ അതോ ഈ ഒരു പർപ്പസ്ഫുൾ ഇംപ്രൂവൈസേഷനോട് സപ്പോർട്ട് ഉണ്ടോ? ഇംപ്രൂവൈസേഷൻ ചെയ്താൽ അത് ഇംപ്രൂവൈസേഷൻ ആയിരിക്കണം എന്നൊരു എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം ആഹാ എന്ന് പറയണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇംപ്രൂവൈസേഷൻ ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പൊ ദേവരായ മാഷും അർജുൻ മാഷും അല്ലെങ്കിൽ കൃഷ്ണസ്വാമിയൊക്കെ അവർക്കറിയാം ഇത് മതി. ഇപ്പൊ അവർക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ അറിയാൻ പാടുന്നുണ്ടല്ലോ, അവർക്കറിയാം. അവർക്ക് ഒരു പാട്ടിൽ ഇത്രയും മതി. ഇപ്പൊ നസീർ സാറ് മറ്റേ വഞ്ചി ഒഴിഞ്ഞോണ്ട് അല്ലെങ്കിൽ ആയാമ്പോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ പാടാത്ത വീണയും പാടും, പാടാത്ത വീണയും പാടുന്നു പറയേണ്ട ആവശ്യമില്ല, അതിനത് മതി. ആ പാട്ടിന് അത് മതി. പക്ഷെ വേറെ കുറച്ചുകൂടെ കർണാട്ടിക്കോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകൾക്ക് ആ രാഗം കയറി വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട് ചില സ്റ്റേജിൽ. അപ്പൊ എന്നോട് നോക്കാൻ ഗിറ്റാറൊക്കെ വായിക്കാൻ എന്താണത്. ഇപ്പൊ പ്രമോദനം തന്നെ ഒരു 1000 പ്രാവശ്യം പാടുന്നുണ്ട്. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ ഇന്നിതാ, ഇതാ കേട്ടല്ലേ ചിലത് ഇന്നിതാ കുറേയും കൂടെ എന്നിട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആൾക്കാര് പ്രമദവനം. അപ്പൊ അത് ലൈവില് വേറൊരു സംഭവം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ ഹരിമുരളിലും ആകെ എത്ര 4 ബാർ കണ്ടല്ലോ, അത് നീട്ടി 8 ബാറും 10 ബാറും വരെ ആക്കുന്നവരുണ്ട്. അത് അവരുടെ ടാലന്റ്. ഇപ്പൊ മധുചേട്ടനൊക്കെ ആണെങ്കിൽ 10 ബാർ വരെ നീട്ടും, ചിലപ്പോൾ അതിൽ കൂടുതൽ നീട്ടും. മധുബാലകൃഷ്ണൻ സിംഗർ അങ്ങനെ, അതായത് അവർക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്. അപ്പോ അത് ഗാനമേളയ്ക്ക് പാടുമ്പോ ആൾക്കാർ എങ്ങനെയാലും കയ്യിലെടുക്കാന്നുള്ളതാണ്. സൂപ്പർ രീതിക്ക് അതിന് നമ്മൾ ഒറിജിനൽ പോലെ തന്നെ പാടിയിട്ട് കാര്യം. ഇപ്പൊ പന്തളം ബാലൻ എന്ന് പറയുന്ന സിംഗർ, ബാലചേട്ടനൊക്കെ ഭയങ്കര സിംഗറാണ്. ബാലചേട്ടൻ പുഴയോരമുള്ള പെണ്ണ് പാടുമ്പോ പുഴയോരഴകുള്ള പെണ്ണ് പക്ഷെ അത് മ്യൂസീഷ്യൻസിന് ഞങ്ങൾ ബാക്കി ഇരിക്കുമ്പോ വാവ് സൂപ്പർ. പക്ഷെ അത് ഒറിജിനൽ കേൾക്കുന്നവർക്ക് ചിലപ്പോ ഒറിജിനൽ ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അത് ബാലചേട്ടനെ നമുക്ക് കുറ്റം പറയാൻ ഞങ്ങൾക്ക് മ്യൂസീഷ്യൻസിന് പറ്റൂല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മ്യൂസിക് മനസ്സിലുള്ളവർക്ക് അത് പുള്ളി ഒറിജിനൽ ദാസേട്ടൻ ഓൾറെഡി പാടി വെച്ചിട്ടുണ്ട്. പുള്ളി പക്ഷെ പുള്ളി പാടി കഴിയുമ്പോൾ ഭയങ്കര കൈയടിയാണ്. കാരണം ഗാനമേളയ്ക്ക് 1,00,000 വാട്ട് സൗണ്ടിൽ പുള്ളിയുടെ സൗണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും പാടാൻ തോന്നും. അല്ലാണ്ട് ഒരു പാട്ട് അങ്ങനെ പാടിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് 1,00,000 വാട്ട് സൗണ്ടിൽ മറ്റേ മൊബൈലിൽ കുത്തിട്ട് കേൾപ്പിച്ചാൽ പോരെ. ചേട്ടാ അപ്പൊ ഈ കവേഴ്സ് ഇപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞ സ്റ്റേജിൽ നമ്മൾ ആളുകളെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ആ ഈ രാഗം കയറി വരുമ്പോൾ ചിലർ അത് നാച്ചുറലി വന്നു പോകുന്നതിനോട് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഞാൻ ഈ കവർ സോങ്സ് ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്, അപ്പൊ അതിനോട് എന്താ ചേട്ടൻ ഇപ്പം അല്ല വിഷയത്തിൽ നിന്ന് മാറി നമ്മള് അതിൽ നിന്നാണ് കവർ സോങ് പറഞ്ഞ പോലെ എനിക്ക് പകുതി ഇഷ്ടമാണ്. ഹരീഷേട്ടൻ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഹരീഷേട്ടൻ ചെയ്യുമ്പോൾ ഹരീഷേട്ടൻ ചെയ്ത് 90% കവർ സോങ് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ അതിൽ നിന്ന് കുറെ പഠിക്കുന്നുണ്ട്, കുറച്ച് സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ സിംഗേഴ്സ് വേറെ. പക്ഷേ ഹരീഷേട്ടന് കുറെ കോൺട്രവേഴ്സീസ് വന്നെന്നാണ് എന്റെ ഓർമ്മ. ഉണ്ട് അവിടുന്ന് ഈ അതായത് ഓവർ ഇംപ്രൂവൈസേഷൻ. അത് പുള്ളിയെ ഞാൻ പറയുവാണെങ്കിൽ അത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പുള്ളിക്ക് മ്യൂസിഷ്യൻഷിപ്പ് പുള്ളിക്ക് ഉള്ളിൽ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടില് പുള്ളിക്ക് അത്ര കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ പാട്ടൊരു ചട്ടക്കൂടാണ്. അതിന്റെ പുറത്തേക്ക് ഇറങ്ങി പുള്ളിക്ക് വിളയാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിളയാടി കഴിഞ്ഞാൽ എന്ത് ആൾക്കാർക്ക്. പക്ഷെ അത് ഹരീഷേട്ടൻ ചെയ്യുന്ന 90% കറക്റ്റ് ഇംപ്രൂവൈസേഷനാണ്. ഒരു നോട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, ഔട്ടും വരത്തില്ല. പക്ഷെ ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ ആവാൻ ശ്രമിക്കുമ്പോ അവരെ കയ്യിൽ നിന്ന് പോകുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോ ആൾക്കാർ നല്ലോണം ഏറെ കേൾക്കും. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കാം നമ്മള് ഇംപ്രൂവൈസ് ചെയ്ത് കുറച്ചുപേരെ കേൾപ്പിക്കാതെ കേൾപ്പിച്ചിട്ട് ഇത് ശരിയാണോടാ ഞാനിപ്പോ ചെയ്യുന്നത് നല്ലതാണെന്ന് കുറച്ച് ഒരു പറയുവാണെങ്കിൽ പതുക്കെ തുടങ്ങിക്കോ. അല്ലെങ്കിൽ മോശമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ തന്നെ നിർത്തി. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. നമ്മൾ കറക്റ്റ് പിച്ചിലെ ശ്രുതിയിലാണെന്ന് നമുക്ക് ഇങ്ങനെ തോന്നും പാടുമ്പോ. പുറത്തുള്ള ഒരാള് ഇപ്പൊ ശില്പയല്ലേ, ശില്പ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാടുക.
എന്നിട്ട് ശില്പ എന്നെ കേട്ടു നോക്കാം, എന്നിട്ട് കുറച്ച് പേരും കേൾപ്പിക്കും പറയാൻ പറ്റും എന്റെ ഇത്, എന്നിട്ട് വേണം അത് ഇംപ്രൂവൈസ് ചെയ്യണോ, അത് കണ്ടിന്യൂ ചെയ്യണോന്നുള്ളത്. കണ്ടിന്യൂ. പിന്നെ എല്ലാ പാട്ടും എടുത്ത് ഇംപ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ചീത്തയായിരിക്കും. ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ക്ലാസിക് അതാണ് ക്ലാസിക്കൽ അല്ല ക്ലാസിക് സോങ്സ് എടുത്ത് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക, അവരുടെ ലൈഫ് ലോങ് അവര് ജനിച്ചന്ന് പോലെ കേൾക്കുന്ന പാട്ടുകൾ, അതിന് സമ്മതിക്കത്തില്ല. പിന്നെ ഓൾറെഡി ആ പാട്ട് ഇറങ്ങി, ആ പാട്ടിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പഴത്തെ എങ്ങനെയൊക്കെ ഇംപ്രൂവൈസ് ചെയ്താലും ഒറിജിനൽ അങ്ങനെ തന്നെ ഉപ്പിലിട്ടോളം എന്താണ് ഉപ്പോളം ഉപ്പിലിട്ടത്. അപ്പൊ ഉപ്പ് ഓൾറെഡി സെറ്റായി കിടക്കുന്നുണ്ട്, അപ്പൊ അതിനൊരു കോട്ടം സംഭവിക്കില്ല. കറക്റ്റ് ആണ്. പിന്നെ ചേട്ടാ ഇപ്പൊ അതേപോലാണല്ലോ നമ്മൾ ഈ റാപ്പ് സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ, അത് കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ആ ഒരു കൾച്ചറിനോട്, റാപ്പ് കൾച്ചർ ഇപ്പൊ നമ്മുടെ മലയാള സിനിമകളിൽ അങ്ങനത്തെ സോങ്സ് ഇപ്പൊ കുറച്ച് കൂടുതൽ വരുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? വേടൻ സോങ്സ് അതും ഇതുപോലൊക്കെ തന്നെയാണ്. വേടന്റെ എല്ലാ പാട്ടുകളും 90% പാട്ടുകളും സിനിമാറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമയിൽ യൂസ് ചെയ്യുന്ന പാട്ടുകള്. പിന്നെ ഉള്ളത് മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള ആൽബങ്ങൾ അധികം ഞാൻ കേട്ടിട്ടില്ല വേടന്റെ. ഇപ്പൊ സുഷിൻ ശ്യാമിന്റെ ഒക്കെ പാട്ട് പാടിയത്, ജെയ്ക്സേട്ടന്റെ പാട്ട് വാടാ എന്നുള്ള പാട്ടുകൾ, അതൊക്കെ പുള്ളിയുടെ വോയിസ് തന്നെ. പിന്നെ പുള്ളിക്കൊരു ഭയങ്കര ട്രെൻഡ് ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എത്രയോ പിന്നെ നന്ദഗോവിന്ദം വന്നപ്പോഴാണ് കുറച്ച് ഒന്ന് ഇതാക്കിയത്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഈ നന്ദഗോവിന്ദം ആണെങ്കിലും ഇപ്പൊ വേടനാണെങ്കിലും ഒക്കെ ഇതിന് ബാക്കിൽ കുറെ സ്ട്രഗിൾ ഉണ്ട്. ഈ നന്ദഗോവിന്ദ ഭജൻസ് നവീനൊക്കെ ആണെങ്കിൽ തന്നെയും 25 വർഷത്തോളം അവര് അമ്പലങ്ങളൊക്കെ 3-4 പേരൊക്കെ ആയിട്ട് അങ്ങനത്തെ സ്റ്റോറി ഉണ്ട് അവർക്ക്. പക്ഷെ അവർ കുറച്ച് റീസെന്റ് കുറച്ച് കോൺട്രവേഴ്സി വന്നല്ലോ, ക്രിസ്തീയ ഗാനം കോൺട്രവേഴ്സി വരും. എന്താ ഇപ്പൊ വേടന് കോൺട്രവേഴ്സി വരും. നമ്മൾ പക്ഷെ അതിന്റെ പുറകെ പോവാതെ നമ്മൾ എന്താണ് പണിയെടുത്തോണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആളുകളുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ശില്പയുടെ അഭിപ്രായം ഇപ്പൊ ഒരു 2 മണിക്കൂർ കഴിയുമ്പോ ഇതായിരിക്കില്ല, വേറെ അഭിപ്രായം വരും. ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഞാൻ പറയാം, അക്സെപ്റ്റ് ദ പീപ്പിൾസ് ആസ് ദേ ആർ. അവരെങ്ങനെയാണോ, ഇപ്പൊ ശില്പ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാനിങ്ങനെ ഒരാളെ നന്നാക്കാൻ നടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഒരാളെ പരിചയപ്പെടുന്നു, അതുപോലെ പരിചയപ്പെടുന്ന നാളെ തൊട്ട് ഭയങ്കര ഉപദേശം അയാളെ ഇങ്ങനെ ആവരുത്, അങ്ങനെ ആവരുത്. അയാൾ എങ്ങനെയാണോ അയാളെ അക്സെപ്റ്റ് ചെയ്തോളാം. അയാളുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് പോവാതെ അയാൾ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ അതിന് മാത്രം അയാളെ ബാക്കി അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പൊ ആരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോരുതെന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് പല കാര്യങ്ങളുണ്ട്. വേടൻ സോങ്സ് ആണെങ്കിലും പുള്ളിയുടെ പാട്ടും കഴിവും മാത്രം നോക്കുക. പുള്ളിയുടെ പാട്ടിനെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പുള്ളിയുടെ സ്റ്റേജ് പ്രസൻസ്, അതിന് നമ്മൾ ഇഷ്ടപ്പെടുക. ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. ഉണ്ട്. ഇപ്പൊ യങ്സ്റ്റേഴ്സിലുള്ള പിള്ളേര്, ഇപ്പൊ 5ലും 6ലും പഠിക്കുന്ന പിള്ളേര് വരെ വേടന്റെ പാട്ടുകൾ കാണാതെ പഠിക്കും. അവരോട് പ്രമോദനത്തിനെ കുറിച്ചോ പ്രമോദനത്തിന്റെ ആ ഇമ്പോർട്ടന്റിനെ കുറിച്ചോ ദേവരാം മാഷിനെ കുറിച്ചോ രവീന്ദ്ര മാഷിനെ കുറിച്ചോ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം പിള്ളേരത് മനസ്സിലാക്കുമെങ്കിലും അവർക്ക് ട്രെൻഡിന്റെ പുറകെ പോകണം ഇഷ്ടം. അതാ അങ്ങനെയാണ്. അപ്പം ആരാണോ അയാളുടെ ടാലന്റിനെ മാത്രം നമ്മൾ നോക്കുക, അല്ലാണ്ട് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അയാള് എങ്ങനെയാണ് രാവിലെ അയാൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്, പിന്നെ അയാളുടെ ഹോബീസ്, പിന്നെ എല്ലാവർക്കും എന്താ പറയാ, എല്ലാവർക്കും എല്ലാം കഴിഞ്ഞാലാവാൻ പറ്റില്ല. എല്ലാവർക്കും വിവേകാനന്ദനാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗാന്ധിജീനെ പോലെ ആവാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ എല്ലാം കഴിഞ്ഞ മനുഷ്യരില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിനിടയിൽ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. റാപ്പ് സോങ്സും ഫോളോ ചെയ്യാറുണ്ട് ചേട്ടൻ? എല്ലാം അങ്ങനത്തെ കുതന്ത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പ്രോഗ്രാമിന് പാടാനായിട്ട്, എന്റെ ബാൻഡിലൊക്കെ പാടാനായിട്ട്, ഇപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ അത് പാടാനായിട്ട്. ചേട്ടാ അപ്പൊ നമുക്ക് വേടന്റെ ഒരു സോങ് ഒന്ന് കേട്ടോ. വേടന്റെ ഡെഡിക്കേറ്റ്, വേടൻ ഫാൻസിന് വേണ്ടി. നിനക്കറിയോ? നമുക്കറിയാം. വിയർപ്പു തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാം നമുക്ക്, കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരൻകരങ്ങളിലോ പൂന്തോട്ടം, വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം, കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കാത്തൊട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതല്ല പുല്ലിക്കെട്ട്, കയറുവിട്ട കാള ജീവിതമോ ജെല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഈരിട്ട്, കുതന്ത്രതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. അടിപൊളി അടിപൊളി. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്,
ഞാനൊരു ബാൻഡായിട്ട് പെർഫോം ചെയ്യാം. അപ്പൊ നായിക്കടം ബ്രിഡ്ജിനെ വിളിക്കാനായിട്ട് അവരുടെ അടുത്ത് പൈസ ഇല്ല. മറ്റേ ആൽമരം, മസാല കഫേ ഇവരൊന്നും വിളിക്കാനായിട്ട് പൈസ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരോണ്ട് നീലായിട്ടൊരു ബാൻഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ബാൻഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും പൈസ ഉള്ളൂ, വരാൻ പറ്റുമോ? അപ്പൊ നീലായിട്ടൻ അതൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ആരുടെയൊക്കെ വേണ്ടത്? തൈക്കുടം ബ്രിഡ്ജിന്റെ പാട്ട് വേണം, പേടന്റെ പാട്ട് വേണം, ആൽമരത്തിന്റെ പാട്ട് വേണം, മസാല കഫയുടെ പാട്ട് വേണം. ഇത് ഞാൻ പാടുന്ന പറയേ നമുക്ക് വേണ്ടി പാടുത്തരാ? അല്ല, അവർക്ക് വേണ്ടി അവരുടെ പാട്ട് അവർ വന്നാലും ഈ പാട്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് പാട്ടാ വേണ്ടത്? ഞാൻ അപ്പൊ ഇതൊക്കെ പാടാൻ പറ്റുമോ ചേട്ടാ? ഞാൻ പറഞ്ഞു അത് പാടാം. ഞാനിട്ട് എല്ലാരും പാട്ട് പാടി കൊടുത്തു. കൂട്ടത്തിൽ എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 പാടി. അങ്ങനെ പാടി കഴിഞ്ഞപ്പോ അവരോട് പറഞ്ഞു ശരിയാണല്ലോ, അപ്പൊ എല്ലാ പാട്ട് പാടുകയും ചെയ്തു. നീലേട്ടന് വരാനും പറ്റും. ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നഷ്ടമായി പോലെ. ഇതിപ്പോ കണ്ടോ, എല്ലാ പാട്ടും കേൾക്കാൻ പറ്റി. അടിച്ചു പൊളിച്ചില്ലേ പരിപാടി. അപ്പൊ നമുക്ക് ആൾക്കാരെന്താണ് ചോദിക്കുന്നത് അത് നമ്മള് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലാതെ നമ്മള് ആദ്യം തന്നെ പോയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ കഴിവൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാര് ചേട്ടാ മതി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതാണ്. ഇനിയിപ്പോ നമുക്ക് നിലക്കുട്ടിയുടെ ഒരു പാട്ടായാലോ? ഏതെങ്കിലും പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? പഠിക്കും, ഇഷ്ടമുള്ളത് എന്നെ നോക്കണ്ട. ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടുന്ന ഒരു പാട്ട് സ്കൂളിലോ സ്റ്റേജിലോ ഒക്കെ പാടുമ്പോ? പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാന തിമില തകിലൊടു പാടി തൊടിയിലേതോ പൊന്നാനിലിമേ പാടി തൊടിയിലേതോ പൊന്നാനിലിമേ പുലരി വെയിലൊളി പൂക്കാവടിയാടി തിരുത്തില്ലാന തിമില തകിലൊടു പാടി പാടി. അടിപൊളി. ഇനി നിഖിലേട്ടന്റെ സൈഡിൽ നിന്ന് ഒരു മെലഡി. സൂര്യസംഗീതം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. സൂര്യസംഗീതം ഈ സാധനമില്ലേ, ഇത് നമ്മുടെ മനസ്സിൽ കിടക്കണല്ലേ. അതൊരു മ്യൂസിക് അല്ലേ. ഇതില്ലാണ്ട് പഠിക്കാൻ സമ്മതിക്കില്ല അവര്. മനസ്സിലായി? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായ? അതാണ് സൂര്യസംഗീതം. മോഹമാകും നിൻ വാരിളം ചുണ്ടിൽ ഈണമാകാം ഞാൻ. പൂവിൻ്റെ പൂവിൽ മകരന്തമേ നോവിൻ്റെ നോവിൽ മിഴിനീരു വേണോ ഈ പഴയ മൺവിഭഞ്ചിതൻ അയഞ്ഞ തന്തിയിൽ എന്തിനനുപമ സ്വരജതികൾ മീനവേനലിൽ പാട് രാജകൂകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനെയും തുറക്കൂ വീണുടഞ്ഞൊരീ ഗാനപഞ്ചമം മൊഴി കാണാതിനിയും വഴി തേടും അനിയിൽ വിരിഞ്ഞു ജന്മനൊമ്പരം അരികിലിനിമക്കുയിലേ. ഈ സാധനം കാണാൻ മനസ്സിൽ കിടക്കല്ലേ. ഈ ബാൻഡ് പാട്ട് പോയി പാടുമ്പോ ഈ തെറ്റേര ഈ സാധനം വായിക്കില്ല. അപ്പൊ തന്നെ ആൾക്കാർ മിസ്സിംഗ് ആയി. ഇതാണ് അതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രമണ മനസ്സിലായ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നിലക്കുട്ടിയോട് ചോദിച്ചാ നിലക്കുട്ടിയുടെ ഒരു ഫേവറേറ്റ് സിംഗർ, മെയിൽ ഫേവറേറ്റ് സിംഗർ ആരാ? ഞാൻ അച്ഛനുണ്ടെന്ന്, അച്ഛൻ അല്ലാതെ ഒരാളെ ഡിപ്ലോമാറ്റിക് അല്ലല്ല, നാച്ചുറൽ ആണ് അർജിത് സിംഗ്. ഇനി ഫീമെയിൽ സിംഗർ ചോദിച്ചാലോ നിലക്കുട്ടിന് ആരെയാ ഇഷ്ടം? ശ്രേയ ഘോഷാൽ. ഓ അടിപൊളി. പിള്ളേരൊക്കെ അങ്ങനെയാണ്. അതെ അതെ
ഇന്നത്തെ കുട്ടികൾ കൂടുതൽ കേൾക്കുന്ന പാട്ടുകളും അതാണല്ലോ. ശ്രേയ ഘോഷാലും അർജിത് സിംഗും ആണ് ഇഷ്ടം അല്ലേ? അവരുടെ ഏതെങ്കിലും പാട്ട് ഇഷ്ടമുള്ളതെന്ന് പറയാമോ? ഉണ്ടോ? പാടാവോ? ഒന്ന് ട്രൈ ചെയ്താൽ. ഫാസ്റ്റ് ടെമ്പർ ഒക്കെ അറിയില്ല. അർജിത് സിംഗിന്റെ പാട്ടായാലും ഏതെങ്കിലും മനസ്സിലുള്ള പ്രിപ്പയർ ആ അതായത് വെറുതെ കാഷ്വൽ ആയിട്ട് മനസ്സിൽ വരുന്ന അർജിത് സിംഗിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതിലുണ്ട്? പെട്ടെന്ന് ഇപ്പം മോന്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ട്. എനിക്കറിയില്ല. പാട്ട് കേൾക്കുന്നുള്ളൂ ഇങ്ങനെ. കൂടുതലും കർണാടക അല്ലേ? കർണാടകയാണ് കൂടുതലും. ഇനിയിപ്പം ഫിലിം സോങ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? നാളത്തേക്ക് നാളെ എന്തോ പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ മോള്? അതിന് പ്രിപ്പയർ ചെയ്ത് ഏതെങ്കിലും നാളത്തെ സ്റ്റേഷൻ പറഞ്ഞില്ലേ പാട്ട്? അത് മിന്നലവിളൊക്കെ ആണല്ലേ? ഇങ്ങനെ നമുക്ക് മിന്നൽവള ഒന്ന് പാടിയാലോ? മിന്നലവിള കുറെ പാടി ഒന്ന് കേൾക്കാം, നമുക്ക് നേരിട്ട് കേൾക്കാലോ. നിങ്ങൾ രണ്ടുപേർക്കും പാടുകയും ചെയ്യാലോ. ഓക്കെ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാടു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാടു നീ. അപ്പം ചേട്ടാ, ഇനി നിലക്കുട്ടിയുടെ വരാണ്ടിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെ? ഏതെങ്കിലും ആക്കി വെച്ച് മൂവീസ് ഉണ്ടോ മലയാളത്തില്? പാടിയതായിരുന്നു ബാലൻ. ബാലൻ മൂവി. ബാലൻ എന്ന് പറഞ്ഞാൽ സുശിശ്യാം മ്യൂസിക്കിൽ ചെയ്യുന്ന കുട്ടികളുടെ ഒരു പടം ഇറങ്ങാനുണ്ട്. പിന്നെ ഒരു തമിഴ് ഒരു പ്രൊജക്ട് ഇറങ്ങാനുണ്ട്. ശരി ചേട്ടാ, വാഴ 2 തന്നെ പല ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ സമയത്ത് അവിടത്തെ സിംഗേഴ്സിനെ കൊണ്ടൊന്നും പാടിച്ചിട്ടില്ല, നിളയും പാടിയിട്ടില്ല. ആ സമയത്ത് അവരൊരു അതിന്റെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. അറിയാതെ അത് ഞാൻ കുറെ ലാംഗ്വേജിൽ കേട്ടു, പക്ഷെ അത് ആരും പാടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പിന്നെ ചിലപ്പോ അതിനേക്കുള്ള ഒരു സംഭവം അതിലേക്ക് പോയിട്ടുണ്ടാവില്ല മൈൻഡ്. മലയാളത്തിലെ മോളുടെ സൗണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോ അത് മ്യൂസിക് പോലെ അതിന്റെ ട്രാക്ക് മാത്രമേ പ്ലേ ആയിട്ടുള്ളൂ. ചേട്ടാ, ഇത് തിയേറ്ററിൽ കേട്ടപ്പോ ചേട്ടൻ എന്താ ശരിക്കും തോന്നിയത്? കരഞ്ഞോ? അല്ലെങ്കിൽ ആ ഒരു പിന്നെ തിയേറ്ററിൽ കേട്ടപ്പം ഞാൻ ആദ്യം കരഞ്ഞില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം തിയേറ്ററിൽ ഇവളുടെ വോയിസ് ഉണ്ടെന്ന് പറഞ്ഞ കുറെ പേര് എനിക്ക് ടാഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അനിയും പോയി കണ്ടു പറഞ്ഞു നിളയുടെ വോയിസ് പോലെ ഒരു വോയിസ് ആണെന്ന് തോന്നുന്നു ഉണ്ട്. അപ്പൊ ഞാൻ വാലച്ചെടി ഒന്നും ഇല്ലല്ലോ, വാലച്ചെടി കട്ടായി പോയെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ എങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം. അപ്പൊ എല്ലാവരും കരഞ്ഞിരിക്കണം സമയത്ത് ഒരു കുട്ടിയുടെ വോയിസ് വരുന്നുണ്ട്. അത് നിളയുടെ വോയിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പോയി നോക്കിയപ്പോ അതെ, പിന്നെയാണ് അത് അങ്ങോട്ട് കത്തിയത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ നിലക്കൊട്ടിന് സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? സെലിബ്രിറ്റി ശരിക്കും പറഞ്ഞാൽ ആകുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ജൂണിൽ തുറക്കുമ്പോ വേണം. സെലിബ്രിറ്റി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്കൊന്ന് തുടരും റിലീസ് ആയെങ്കിലും വാഴ 2 നിലക്കുട്ടി നീ സെലിബ്രിറ്റി ആയിട്ട് പോവാൻ. ഇനി മോള് ഏത് ക്ലാസ്സിലാണ്? 5 കയറാണ്. അപ്പം ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചോ, ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ? ഇതിങ്ങനെ ഹിറ്റായി മോളുടെ സൗണ്ട് ആണെന്ന് പറഞ്ഞപ്പോ എല്ലാരും? എന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സ്കൂളില് എന്താണ് എന്റെ ഒരു പേപ്പർ മാർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് മേടിക്കാൻ പോയപ്പോൾ ടീച്ചേഴ്സിനെ കാണുമല്ലോ. എല്ലാരും അപ്പൊ കുറെ ഇത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുമായിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മോൻ എന്തെങ്കിലും ഇനോഗ്രേഷൻ അങ്ങനെയൊക്കെ പോയി തുടങ്ങിയോ? അതോ ഇന്റർവ്യൂസ് കുറെ വന്നു? രണ്ട് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തു ആള്. അങ്ങനെ പിന്നെ അങ്ങനെ പതുക്കെ വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആക്കണമെന്നാണ് ഉറപ്പായിട്ടും. പിന്നെ അപ്പൊ നമ്മളെ വിളിക്കുമ്പോൾ വരണം. അതാണ് ചേട്ടാ. അതേപോലെ നിങ്ങൾ ഐഡിയ സ്റ്റാർസിന്റെ കാര്യം പോലെ നിങ്ങൾ എല്ലാരും കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോഴും? ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിൽ കാണാറുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാരും പല പല മേഖലയിലേക്ക് പോയി, ജോലി തിരക്കുകള്, പിന്നെ വിവാഹം കഴിഞ്ഞ് എല്ലാരും ഓരോ രാജ്യങ്ങളിൽ സെറ്റിലായി. വാണിയാണെങ്കിൽ കാനഡ, ടീനു ടാലൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി കാനഡ, പിന്നെ UK കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേരളത്തില് ഇങ്ങനെ മ്യൂസിക്കുമായിട്ട്. പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ മ്യൂസിഷ്യൻ നമുക്ക് മ്യൂസിക്കുമായിട്ട് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അവിടെ പ്രോഗ്രാംസ് കുറവല്ലേ. ഇവിടെയാണല്ലോ നമ്മുടെ ഫുള്ള് വൈബ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ അവരെ കാണാറുണ്ട്.
ഇപ്പൊ ചേട്ടനോട് ഞാൻ കോൾ ചെയ്യാൻ പറയത്തില്ല, എന്നാലും പെട്ടെന്ന് ഇപ്പൊ ഐഡിയ സ്റ്റാർസിംഗിൽ ഒരാളെ വിളിക്കാൻ പറഞ്ഞാൽ അത്രയും കോൺടാക്റ്റിലുള്ള ആരായിരിക്കും? സണ്ണി ചേട്ടനുണ്ട്, കൃഷ്ണേത്തുണ്ട്. ഇവരെ രണ്ടുപേരാണ് ഇടയ്ക്ക് ഞാൻ വിളിക്കാം. നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. ബാൻഡിൽ ഒരു പാട്ടാണോ? ഇല്ല, നമ്മുടെ ബാൻഡിൽ നമ്മളും 2-3 സിംഗേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. സണ്ണി ചേട്ടനോട് കഴിഞ്ഞ ദിവസം ദുബായിൽ ഷോ ഉണ്ടായിരുന്നു. അപ്പം നിഖിലേട്ട് ഇപ്പൊ എന്തെങ്കിലും പാട്ട് ഇനിയും ഇറങ്ങാനുണ്ടോ? ഏതെങ്കിലും മൂവി ചെയ്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വടു ദ സ്കാർ എന്നുള്ള പടത്തിലെ മൂവി ഇറങ്ങാറുണ്ട്. അത് മൂവി റിലീസ് ആയിട്ടുള്ള പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2-3 പാടങ്ങൾ പാടി വെച്ചിട്ടുണ്ട്, എം ജി സാറിനാണെങ്കിലും. അപ്പൊ അതൊക്കെ ഇറങ്ങാറുണ്ട്. പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇങ്ങനെ ലിറിക്സ് എഴുതി പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോ ഇറക്കിയാലും എത്ര പേര് കാണും. ഇപ്പം എന്റെ ഒരു കൂട്ടുകാരൻ 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഒരു കവർ മറ്റേ ഇൻഡിപെൻഡന്റ് ചെയ്തത്. അത് ആകെ കണ്ടത് 1000 പേരാ. അപ്പം പിന്നെ പണ്ടത്തെ പോലെ CDs ഒന്നും ഇല്ലല്ലോ. അതായത് ഞാൻ പറയുന്നത് ഇതൊരു ഭാഗ്യത്തിന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ കൊറോണ വന്നപ്പോഴല്ലേ ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് എല്ലാം കണ്ട് അവർക്കൊക്കെ സോഷ്യൽ മീഡിയ അതുകൊണ്ട് അതുപോലെ തന്നെ ഇതൊരു ഇറക്കി കഴിഞ്ഞാൽ ഇത് കാണും. പിന്നെ ഒരു പടത്തിലെ പാട്ട് ഹിറ്റാവുന്ന ആ പടം കൂടെ ഹിറ്റാവുമ്പോഴാണ്. പക്ഷെ തിരിച്ചുമില്ല ഏട്ടാ, ചില മൂവി എത്ര ഹിറ്റ് അല്ലെങ്കിലും അത് വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. ലജ്ജാവതി ഹിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഈ പടം. ശരിക്കും ഗപ്പി മൂവിയില് സൂര്യ സന്തോഷിന്റെ സോങ് അല്ലേ, അത് സോങ് ആണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സോങ് കേട്ടാണ് ഗപ്പി തിയേറ്ററിൽ കണ്ടതിനെക്കാട്ടി ആളുകൾ ടിവിയിലാണ് ഗപ്പി മൂവി കണ്ടത്. പക്ഷെ ഗപ്പി നല്ല ഹിറ്റ് ആവുന്നത് കുറച്ചുകൂടെ പ്രൊമോഷൻ. അതെ. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ പാട്ടല്ലേ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. പക്ഷെ മൂവി ഹിറ്റ് ആവുമ്പോൾ അതിന് വേറെ മൂവി ഹിറ്റ് ആവുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് മൂവിയുടെ ആ നമുക്ക് കയറി പോകാൻ പറ്റും. അങ്ങനെയുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ഇത്രയും ടൈമിൽ നമ്മൾ കുറെ നേരം സംസാരിച്ചു. അപ്പൊ നിളക്കുട്ടിയും നിഖിലേട്ടനോടും എനിക്ക് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ നിങ്ങൾ രണ്ടുപേരും, ഞാൻ കുറെ ശല്യം ചെയ്തു എന്നാലും. പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനാളിമാർ വേണം, തുഴക്കാരം വധു വേണം, തോണികളായിരം വേണം, കായലിൽ ഓളം തുള്ളുമ്പോൾ പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനിന്നാളിമാർ വേണം, തുഴക്കാരം വധു വേണം, തോണികളായിരം വേണം, കായലിൽ ഓളം തുള്ളും തിത്തിത്താരാരിത്തിത്തൈതോ തിത്തിത്താരാരിത്തിത്തൈതോ. ഇനി നിളക്കുട്ടന്റെ ഒരു പാട്ട്. വാനിലച്ചെടിയേ വാനോളം വളര്, വാനിലച്ചെടിയേ വാനോളം വളര്, ആ നിനക്ക് ചമഞ്ഞാടാനായി വിരുവരകളാൽ വിധിയൊരുക്കിടം, വളമായാൻ മാറിയിടാം ചെറുതണലിതിൽ ലോകം തീർന്നു. പച്ചത്തുള്ളൻ നീലിമുട്ട നീലപ്പേനോ അഴക്, ഉഴുകളോ മണ്ടരിയോ കലകളിൽ നിന്നു മകള്, വാനിലച്ചെടിയേ വാനിലച്ചെടിയേ വാനോളം വളര്, വാനിലച്ചെടിയേ വാനോളം വളര്. ചേട്ടാ ഒരുപാട് സന്തോഷം. കുറെ കൂടെ പാട്ട് പാടിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും നേരം നിളക്കുട്ടി ഞങ്ങളുടെ കൂടെ അല്ലേ, ഇത്രയും നമ്മളിപ്പോൾ കുറേ നേരമായി ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇൻ കാണുമ്പോഴത്തേനും ഞങ്ങൾ വിളിച്ചാൽ വരണം കേട്ടോ. എന്നാലും ബിസി സെലിബ്രിറ്റി ആവട്ടെ, ഒരുപാട് നല്ല നല്ല സിനിമ, അതായത് മൂവിയിൽ നല്ല നല്ല അവസരങ്ങൾ നിളക്കുട്ടിക്ക് കിട്ടട്ടെ. അതേപോലെ നിഖിലേട്ടനും ഒരുപാട് പാട്ടുകൾ നിഖിലേട്ടൻ്റെ സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.